ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെർഫ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസം മുതൽ നമ്മൾ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിന് പുറമെ നമ്മുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. അപ്പോൾ 2023 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സമൂഹങ്ങൾ നയിക്കട്ടെ അല്ലെങ്കിൽ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. അപ്പോൾ ഒന്നുകൂടി 2023 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സമൂഹങ്ങൾ നയിക്കട്ടെ അല്ലെങ്കിൽ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് അല്ലെങ്കിൽ സമൂഹങ്ങൾ നയിക്കട്ടെ. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ടു തരത്തിൽ ചോദിക്കാം. ഒന്നുകിൽ ഇതിന്റെ മലയാളത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നതിന് മലയാളത്തിൽ എഴുതിയിട്ട് ചോദിക്കാം. അപ്പോൾ അത് രണ്ടും പഠിച്ചു വെച്ചേക്കുക ഒന്നുകൂടി. അപ്പോൾ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. 2023 എയ്ഡ്സ് ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് സമൂഹങ്ങൾ നയിക്കട്ടെ അല്ലെങ്കിൽ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. അപ്പോൾ 2022 പ്രമേയം തുല്യമാക്കുക അല്ലെങ്കിൽ ഈക്വലൈസ് എന്നാണ്. അപ്പോൾ ഒന്നുകൂടി 2022 പ്രമേയം തുല്യമാക്കുക അല്ലെങ്കിൽ ഈക്വലൈസ് എന്നാണ്. 2023 പ്രമേയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് സമൂഹങ്ങൾ നയിക്കട്ടെ അല്ലെങ്കിൽ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. എയ്ഡ്സ് ദിനം എന്തിനാണ് ആചരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എയ്ഡ്സ് ബോധവൽക്കരണത്തിനും എയ്ഡ്സ് ബാധിതരോടുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടി ലോകാരോഗ്യ സംഘടന 1988 ഡിസംബർ 1 മുതൽ ഇത് ആചരിച്ചു തുടങ്ങി. അപ്പോൾ എയ്ഡ്സ് ബോധവൽക്കരണത്തിനും എയ്ഡ്സ് ബാധിതരോടുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടന 1988 ഡിസംബർ 1 മുതൽ ഈ എയ്ഡ്സ് ദിനം ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ എയ്ഡ്സ് സാക്ഷരതാ ജില്ല പാലക്കാടാണ്. ഇത് 2015 ഈ ഒരു പദവി കിട്ടുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ എയ്ഡ്സ് സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ്. ഇത് 2015 ആ ഒരു ടൈറ്റിൽ കിട്ടുന്നത്. ഇനി എയ്ഡ്സ് രോഗം എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. ഏത് വൈറസ് രോഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ HIV വൈറസ്. ഏത് വൈറസ് ആണ്? HIV വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിന്റെ പേര്. അടുത്ത് എയ്ഡ്സിന്റെ പൂർണ്ണരൂപം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. അപ്പോൾ എയ്ഡ്സിന്റെ പൂർണ്ണരൂപം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. അപ്പോൾ ഈ എയ്ഡ്സ് രോഗ നിർണയ ടെസ്റ്റിന്റെ പേരാണ് എലിസ ടെസ്റ്റ്. ഏത് ടെസ്റ്റ് ആണ്? എലിസ ടെസ്റ്റ്. അപ്പോൾ എയ്ഡ്സ് രോഗ നിർണയ ടെസ്റ്റിന്റെ പേരാണ് എലിസ ടെസ്റ്റ്. അതിന്റെ പൂർണ്ണരൂപം എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ്. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നുകൂടെ, അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. ഇത് പരത്തുന്ന വൈറസിന്റെ പേരാണ് എന്തെന്ന്? HIV വൈറസ് അല്ലെങ്കിൽ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്. അടുത്ത എയ്ഡ്സിന്റെ പൂർണ്ണരൂപം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. ഇത് തിരിച്ചറിയുന്ന ടെസ്റ്റ് ആണ് എന്തെന്ന്? എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ലോകത്താദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് 1981 ഇത് USA ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോകത്താദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് 1981 USA. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് 1986 ചെന്നൈയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ 1987 പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊന്നും ഓർത്ത് വെച്ചേക്കുക. ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് 1986 ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1987 പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. അടുത്തത് ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഡിസംബർ 2 നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ആയിട്ട് അല്ലെങ്കിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ 1984 ഡിസംബർ 2 സംഭവിച്ച ഭോപ്പാൽ ദുരന്തത്തിൽ മരിച്ചവരുടെ സ്മരണാർത്ഥമാണ് ഡിസംബർ 2 പൊല്യൂഷൻ കൺട്രോൾ ഡേ അല്ലെങ്കിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത് യൂണിയൻ കാർബൈഡ് എന്ന കമ്പനിയിലുണ്ടായ വിഷവാതക ചോർച്ചയിൽ നിരവധി പേര് മരിക്കുകയുണ്ടായി. ആ ചോർന്ന വിഷവാതകത്തിന്റെ പേരാണ് മീഥൈൽ ഐസോസൈനേറ്റ്. അങ്ങനെ ആ മരിച്ചവരുടെ സ്മരണാർത്ഥമാണ് ഇതെന്ത് ചെയ്യുന്നത്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ഡിസംബർ 2 ആചരിക്കുന്നത്. ഒന്ന് ഓർത്തു വെച്ചേക്കുക. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാം.
പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണ നിയമം. അപ്പൊ ഏതാണ് ആദ്യത്തേത്? പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 2016 അതുപോലെ ഇ വേസ്റ്റ് മാലിന്യ നിയന്ത്രണ നിയമം 2016. അപ്പോ 2016 നിലവിൽ വന്ന രണ്ട് നിയമങ്ങളാണ് പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണ നിയമവും ഇ വേസ്റ്റ് മാലിന്യ നിയന്ത്രണ നിയമവും. അടുത്തത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് അല്ലെങ്കിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്നത് 2010. അപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് നിലവിൽ വന്നത് 2010. അടുത്തത് പരിസ്ഥിതി സംരക്ഷണ നിയമം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1986. ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടി പരിസ്ഥിതി സംരക്ഷണ നിയമം അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1986. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. അപ്പോ വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1974. ഓർത്തു വയ്ക്കുക. ജലമലിനീകരണ നിയമം നിലവിൽ വന്നത് 1974. അപ്പൊ ഒന്നുകൂടെ പറയാം. പ്ലാസ്റ്റിക് മാലിന്യ നിയന്ത്രണ നിയമവും ഇ വേസ്റ്റ് മാലിന്യ നിയന്ത്രണ നിയമവും നിലവിൽ വന്നത് 2016. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് അല്ലെങ്കിൽ ഹരിത ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്നത് 2010. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1974 ആണ്. അടുത്ത ഈ ഡിസംബർ 2 തന്നെ അന്താരാഷ്ട്ര അടിമത്ത നിർമ്മാർജ്ജന ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിസംബർ 2 തന്നെ അന്താരാഷ്ട്ര അടിമത്ത നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഫോർ ദി അബോളിഷൻ ഓഫ് സ്ലേവറി ആയിട്ടും എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നുണ്ട്. അപ്പോൾ 2023 പ്രമേയം നമുക്ക് നോക്കാം. മാറുന്ന വിദ്യാഭ്യാസ രീതികളിലൂടെ അടിമത്തം കാരണമുണ്ടായ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടാം. അപ്പോ 2023 അന്താരാഷ്ട്ര അടിമത്ത നിർമ്മാർജ്ജന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മാറുന്ന വിദ്യാഭ്യാസ രീതികളിലൂടെ അടിമത്തം കാരണമുണ്ടായ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടാം എന്നാണ്. അല്ലെങ്കിൽ ഫൈറ്റിംഗ് സ്ലേവറീസ് ലെഗസി ഓഫ് റേസിസം ത്രൂ ട്രാൻസ്ഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പൊ എങ്ങനെയാണെന്ന് ഇവിടെ പറയാം. ഫൈറ്റിംഗ് സ്ലേവറീസ് ലെഗസി ഓഫ് റേസിസം ത്രൂ ട്രാൻസ്ഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ എന്നാണ് അന്താരാഷ്ട്ര അടിമത്ത നിർമ്മാർജ്ജന ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ദി അബോളിഷൻ ഓഫ് സ്ലേവറിയുടെ പ്രമേയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെച്ചേക്കുക. അടുത്ത് ചൂഷണത്തിനും മനുഷ്യക്കടത്തിനുമെതിരെ 1949 ഡിസംബർ 2 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രമേയം പാസാക്കിയ ദിനമാണ് അന്താരാഷ്ട്ര അടിമത്ത നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസംബർ 2 അടിമത്ത നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂഷണത്തിനും മനുഷ്യക്കടത്തിനുമെതിരെ 1949 ഡിസംബർ 2 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒരു പ്രമേയം പാസാക്കി. ആ ദിനമാണ് അന്താരാഷ്ട്ര അടിമത്ത നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഡിസംബർ 2 തന്നെയാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനവും ആചരിക്കുന്നത്. അപ്പൊ ഡിസംബർ 2 തന്നെയാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അല്ലെങ്കിൽ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേയും ആചരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ഡിസംബർ 2 നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ അല്ലെങ്കിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം പഠിച്ചു. അതുപോലെ ഡിസംബർ 2 തന്നെയാണ് ഇന്റർനാഷണൽ ഡേ ഫോർ ദി അബോളിഷൻ ഓഫ് സ്ലേവറി അല്ലെങ്കിൽ അന്താരാഷ്ട്ര അടിമത്ത നിർമ്മാർജ്ജന ദിനം പഠിച്ചു. അതുപോലെ ഡിസംബർ 2 തന്നെയാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനവും ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 30 കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. കൂടെ ഇതിന്റെ കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ട് ആചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2023 അന്താരാഷ്ട്ര വികലാംഗ ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് വികലാംഗരുടെ സുസ്ഥിര വികസനത്തിനായി പ്രയത്നിക്കാമെന്നതാണ്. അപ്പോൾ 2023 അന്താരാഷ്ട്ര വികലാംഗ ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് വികലാംഗരുടെ സുസ്ഥിര വികസനത്തിനായി പ്രയത്നിക്കാം എന്നതാണ്. അടുത്ത് ഡിസംബർ 4 നാവികസേനാ ദിനം അല്ലെങ്കിൽ ഇന്ത്യൻ നേവി ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഡിസംബർ 4 നാവികസേനാ ദിനം അല്ലെങ്കിൽ ഇന്ത്യൻ നേവി ഡേ ആയിട്ട് ആചരിക്കുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന കറാച്ചി തുറമുഖം ആക്രമിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 4
ഇന്ത്യൻ നാവികസേന ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന എവിടെ ആക്രമിച്ചു? കറാച്ചി തുറമുഖം ആക്രമിച്ചു. ഇതിന്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 4 നാവികസേന ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ 1971 ഈ യുദ്ധം അവസാനിക്കാൻ തന്നെ കാരണമായത് ഈ നാവികസേനയുടെ ഈ ഒരു ആക്രമണമാണ്. ഇത് പാകിസ്ഥാന്റെ സപ്ലൈ ചെയിൻ മുഴുവൻ കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഒരുപാട് വെസൽസിനെയൊക്കെ ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട 3 ബോട്ടുകളാണ്. ഒന്ന് INS നിർഖത്ത്, മിസൈൽ ബോട്ടുകളാണ്. ഒന്ന് INS നിപത്ത്, അതുപോലെ തന്നെ INS വീർ. അപ്പോ ഈ ഓപ്പറേഷൻ ട്രൈഡന്റിൽ പങ്കെടുത്ത ഇന്ത്യൻ നേവിയുടെ 3 മിസൈൽ ബോട്ടുകളാണ് INS നിർഖത്ത്, INS നിപത്ത്, INS വീർ. ഈ മിസൈൽ ബോട്ടുകൾ പാകിസ്ഥാന്റെ നേവിയുടെ ഭാഗമായിരുന്ന PNS ഖൈബർ, PNS മഹാസ്ഫിസ്, PNS ഷാജഹാൻ എന്നീ യുദ്ധക്കപ്പലുകൾ ആക്രമിച്ച് തകർക്കുകയും അതുപോലെ കറാച്ചി തുറമുഖത്ത് വൻ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ നേവി ഡിസംബർ 4 എന്നിട്ട് ആചരിക്കുന്നത്? നാവികസേന ദിനമായിട്ട് ആചരിക്കുന്നത്. ഓർത്തു വെച്ചേക്കുക. അടുത്തത് ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ഡിസംബർ 5 ലോക മണ്ണ് ദിനം അല്ലെങ്കിൽ വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പൊ 2023 ലോക മണ്ണ് ദിനത്തിലെ പ്രമേയമാണ് മണ്ണും ജലവും ജീവന്റെ ഉറവിടം അല്ലെങ്കിൽ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ലോക മണ്ണ് ദിനം 2023 പ്രമേയം എന്ന് പറയുന്നത് മണ്ണും ജലവും ജീവന്റെ ഉറവിടം അല്ലെങ്കിൽ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ് ഇതിന്റെ പ്രമേയം. ഇപ്പൊ 2014 ഡിസംബർ 5 മുതലാണ് ലോക മണ്ണ് ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്ന് തൊട്ടാണ് ലോക മണ്ണ് ദിനം ആചരിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 ഡിസംബർ 5 മുതലാണ് ലോക മണ്ണ് ദിനം ആചരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഡിസംബർ 7 അന്താരാഷ്ട്ര വ്യോമയാന ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഡിസംബർ 7 അന്താരാഷ്ട്ര വ്യോമയാന ദിനമായിട്ട് ആചരിക്കുന്നു. ഇപ്പൊ 2023 അന്താരാഷ്ട്ര വ്യോമയാന ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യോമയാന മേഖലയുടെ വികാസത്തിനായി മുന്നേറാം. ഇപ്പൊ 2023 അന്താരാഷ്ട്ര വ്യോമയാന ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യോമയാന മേഖലയുടെ വികാസത്തിനായി മുന്നേറാമെന്നാണ്. അപ്പോ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ICAO-യുടെ 50ാമത് സ്ഥാപക ദിനം മുതൽ ഇത് ആചരിച്ചു വരുന്നു. അതായത് 1994 ഡിസംബർ 7 മുതലാണ് അന്താരാഷ്ട്ര വ്യോമയാന ദിനം ആചരിച്ചു വരുന്നത്. ഈ ICAO അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1944 ഡിസംബർ 7 അപ്പോൾ ICAO അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1944 ഡിസംബർ 7 അതിന്റെ 50ാമത് വാർഷികത്തിനാണ് ഈ അന്താരാഷ്ട്ര വ്യോമയാന ദിനം ആചരിച്ച് തുടങ്ങിയത്. അതിന്റെ കൂടെ ഓർത്തു വെച്ച് പഠിക്കുക. അപ്പോൾ ICAO-യുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മോൺട്രിയൽ, കാനഡ. അപ്പൊ ICAO-യുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മോൺട്രിയൽ, കാനഡയാണ്. അതിനെ കൂടാതെ തന്നെ ഡിസംബർ 7 ഇന്ത്യൻ സായുധ സേന പതാക ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ഡിസംബർ 7 തന്നെയാണ് ഇന്ത്യൻ സായുധ സേനകൾ പതാക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിന്റെ ബാക്കി ദിനങ്ങളും അവയുടെ പ്രത്യേകതകളും അവയുടെ പ്രമേയങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്